ഹേയ് ഗായ്സ്, അപ്പോൾ ദാണ്ട് ഇന്ന് രാവിലെ നീച്ചപ്പോഴാണ് കയ്യിൽ ക്യാഷും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ സൈറ്റിൽ വന്നിട്ട് എന്തായാലും നമുക്കൊരു പണി കിട്ടിയിട്ടുണ്ട്. ഒരു കണ്ടെയ്നർ പോയി നമുക്കൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് എടുക്കാണ്ട്, ബിൽഡിംഗ് അല്ല, അപ്പുറത്തൊരു കണ്ടെയ്നർ തന്നെയാണ്. അതിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് ഒരു കണ്ടെയ്നർ താഴേക്ക് ഇടാണ്ട്. അപ്പോൾ അത് എന്നിട്ട് ഇവിടെ കൊടുന്ന് വെക്കണം കേട്ടോ. അതാണ്ട് ഈ ഒരു കണ്ടെയ്നറാണ് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് മറിച്ചിട്ട് കൊണ്ടുവരണം. അപ്പോൾ നമ്മൾ വണ്ടിയൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഇത് മറിച്ചിടുന്നത് കേട്ടോ, ഇല്ലെങ്കിൽ എനിക്കായിരിക്കും പണി കിട്ടുക ഗൈസ്. ഓക്കെ, ഇതാണ്ട് ഒയ്യോ അതൊക്കെ പാടെ തുറന്നു പോകുന്നു കേട്ടോ, സീനൊന്നുമില്ല. അവിടെ എൻ്റെ മോനെ, ഇതിനകത്ത് ഇത്രയും പൈസയോ? പൊന്നോ ഗൈസ്, നമ്മളെ മുതലാളി നമ്മളെ പറ്റിച്ചങ്ങാണ്ട് ഇതിനകത്താണ് ഒളിപ്പിച്ചേക്കുന്നതെന്ന് തോന്നുന്നു. ഗൈസ് എന്തായാലും ഞാനിത് എടുക്കാനൊന്നും പോകുന്നില്ല, ഇത് നമ്മളെ മുതലാളിക്ക് തന്നെ എടുത്തോട്ടെ. ഇനി ഇത് വല്ല കള്ളനോട്ടാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഗൈസ് ഞാൻ എന്തായാലും നമ്മുടെ JCB വെച്ചിട്ട് തന്നെ അത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് നമുക്ക് 1000 രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും നമ്മുടെ ടവറിൻ്റെ മുകളിൽ വന്നിട്ട് നമ്മുടെ സിറ്റിയിലുള്ള ജനങ്ങളോടൊരു കാര്യം പറയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് കേട്ടോക്കെ. നാട്ടുകാരെ ശ്രദ്ധിക്കുക, നമ്മുടെ സിറ്റിയിൽ ഒരു റേസ് നടക്കുന്നു. റേസിന്റെ പേരാണ് ടൈനി റേസിംഗ്. ഇതിൽ പങ്കെടുക്കേണ്ടവർ എൻ്റെ വീടിൻ്റെ മുന്നിൽ വന്ന് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ പറഞ്ഞാൽ മതിട്ടോ. അപ്പം ഞാൻ എന്തായാലും നമ്മുടെ രജിസ്റ്ററിന് ഇവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഇതുവരെയായിട്ടും 2 പേര് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ 2 പേര് വന്നിട്ടുള്ളൂ. ഇനി 5 പേർക്കാണ് നമ്മൾ ഈ റേസ് വെക്കുന്നത് കേട്ടോ. അയ്യോ, ഇനി ഇത്ര ആൾക്കാരേ ഉള്ളൂ. കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് നോക്കാം ഗൈസ്. അങ്ങനെ വെയിറ്റ് ചെയ്തപ്പോൾ താണ്ട് നമ്മളെ അവസാനത്തെ 3 പേര് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർ വഴുകാൻ കാരണം ഇവർ ട്രാഫിക്കിൽ പെട്ടുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, നമ്മൾ രജിസ്റ്റർ അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അവസാനത്തെ ഒരാളാണ്, അതും കഴിഞ്ഞ് നമ്മൾ തന്നെ നമ്മളെ റേസിങ്ങിന് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ നേരെ പോയിട്ട് നമ്മളെ അനിയൻ ബ്രോനെയും കൂട്ടാണ്ട്, അതേപോലെ തന്നെ നമ്മുടെ സയൻറ്റിസ്റ്റിനെ കാണാണ്ട്. ഇവരെല്ലാവരും നമുക്കൊരു ടൈം ആക്കണം. അതിനുവേണ്ടി ഞാൻ സയൻറ്റിസ്റ്റിനെ ഇന്ന് ഉച്ചക്ക് വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഏകദേശം വൈകുന്നേരമായി. നാളെയാണ് നമ്മൾ ഈ റേസും കാര്യങ്ങളും റെഡി ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാണ്ട്. അപ്പോൾ ഇനി നമുക്ക് അനിയൻ ബ്രോനെ കൂട്ടിയിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞ് സെറ്റാക്കാം. അങ്ങനെ ഗൈസ് ഞാൻ അങ്ങനെ അനിയൻ ബ്രോനെയും കൂട്ടിയിരുന്നു എൻ്റെ വീട്ടിലേക്ക് വന്നിട്ട്. അപ്പോൾ ഇപ്പം പറയുന്നത് ഈ റേസിൽ ഞാനും കൂടാം, പക്ഷേ അവനക്കൊരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ പൈസ വേണമെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാണ് ഈ ഒരു ചെറിയ കാര്യത്തിന് പൈസ എന്ന് ചോദിച്ചു. ഇത് ജയിച്ചാൽ നിനക്ക് ഈ ഒരു നാടിന് അഭിമാനമല്ലേ പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഓക്കെ പറഞ്ഞിട്ട് ഒരു വണ്ടി സെറ്റാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മളൊരു വണ്ടി അവനക്ക് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അവന് ഇതിൽ മൊത്തം കൺട്രോളൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ 5 പേരങ്ങനെ എത്തിയിട്ടുണ്ട്, പോലീസുകാർ, പിന്നെ നമ്മുടെ അനിയൻ ബ്രോ, ബാക്കി 3 പേര് വേറെ ഏതൊരു സിറ്റിയിൽ നിന്നാണ് വരുന്നത്. അവർ ഈ ഒരു വാർത്ത അറിഞ്ഞിട്ടാണ് വരുന്നത്. ഈ സിറ്റിയിൽ നിന്ന് ആകെ 2 പേരേ ഉള്ളൂ, ഒന്ന് നമ്മുടെ പോലീസുകാരനും അതേപോലെ തന്നെ അനിയൻ ബ്രോ ഉണ്ട്. അപ്പോൾ അതാണ്ട് നമ്മുടെ അനിയൻ ബ്രോ നമ്മുടെ സയൻറ്റിസ്റ്റ് കണ്ടുപിടിച്ച ടൈനി ഡിജിറ്റൽ സ്ക്രീനിൻ്റെ അകത്തേക്ക് അങ്ങനെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ അതാണ്ട് ഇതാണ് ഇതിൻ്റെ ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിനകത്ത് കയറി ഇത്രയും ചെറുതാവട്ടോ അതാണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവരോട് എന്ത് പറഞ്ഞാലും ഇവർക്കിത് ചെറിയ സൗണ്ടായിട്ടായിരിക്കും കേൾക്കുക. അപ്പോൾ അതാണ്ട് ഇവരെ കാർ ഐറ്റംസ് ഇതാണ്. അതിൽ ചിലത് ഡോഗും അതേപോലെ തന്നെ ടീറക്സും ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ വഴി കേട്ടോ. സ്റ്റാർട്ടിങ് നമ്മുടെ പെരയുടെ മുൻഭാഗത്താണ്. അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഫിനിഷ് പോയിൻ്റ് നേരെ മുകളിൽ ഈ ഒരു അവസാന ഭാഗത്തായിട്ടാണ് നമ്മുടെ ഫിനിഷ് പോയിൻ്റ്. അപ്പോൾ ഞാനങ്ങനെ കൗണ്ട് ഡൗൺ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ റേസിലെ താരങ്ങൾ, ഡോഗും ഉണ്ട് ടീറക്സും ഉണ്ട്. അപ്പോൾ റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കെ ഗൈസ്, നമ്മളെ റേസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ്ട് പ്ലെയിന് പൊന്തി തുടങ്ങി. ഇതാണ്ട് ഓട്ടോറിക്ഷ ഡ്രിഫ്റ്റിംഗ് ആണല്ലോ. ഒയ്യോ ഇതാണ്ട് ടയർ പോയി കേട്ടാ. അപ്പോൾ ഈ റേസിൽ നിന്ന് നമ്മുടെ ഓട്ടോറിക്ഷ അങ്ങനെ ഫെയിൽ ആയിട്ടുണ്ട്. കാരണം ഇനി അത് റെഡിയാക്കി വരുമ്പോഴേക്കും ടൈം എന്തായാലും കഴിയും. ഓക്കെ, ഇപ്പോൾ ഫ്രണ്ടിൽ നമ്മുടെ പ്ലെയിനാണ്. പ്ലെയിന് ഒയ്യോ ഇതാണ്ട് ഇതും ക്രാഷായ. പ്ലെയിന് കട്ടക്ക് നിൽക്കുന്നുണ്ട്. ഇവൻ പല വഴി നോക്കുന്നുണ്ട് കേട്ടോ. ഒയ്യോ അതും ക്രാഷായി ഗൈസ്. അപ്പോൾ ഇനി ഇവർ 3 പേരേ ഉള്ളൂ, ഡോഗും ടീറക്സും അതേപോലെ തന്നെ നമ്മൾ അനിയൻ ബ്രോ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒയ്യോ ഇതാണ് ടീറക്സിൻ്റെ. ഒയ്യോ ഇത് ചീറ്റിംഗ് ആണ് ഗൈസ്. ഇതാണ് നമ്മുടെ ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ആര് ജയിക്കുന്നു നമ്മൾ നോക്കാൻ വേണ്ടി അവിടെ സ്ലോ മോഷൻ ക്യാമറ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അതിൻ്റെ വിഷ്വൽസ് ആണ് ഇപ്പോൾ നോക്കുന്നത്. നമ്മളെ ടീറക്സ് ആണ് ഗൈസ് ജയിച്ചത്. പക്ഷേ അപ്പോൾ ഗൈസ് നമ്മളെ വിന്നറിനെ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മളെ ഈ ഒരു റേസിൽ ജയിച്ചത് നമ്മുടെ സ്വന്തം അനിയൻ ബ്രോ ആണ് ഗൈസ്. കാരണം എന്താ നിങ്ങൾക്ക് തന്നെ ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ
ഗൈസ് നമ്മുടെ റേസിൽ ടീറക്സിൻ്റെ മുകളിൽ നിന്ന് നമ്മുടെ സാറ് ഫിനിഷ് പോയിൻ്റ് എത്തിയപ്പോൾ തന്നെ സാറ് തെറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഫിനിഷ് ചെയ്തത് ടീറക്സ് ആണെങ്കിലും ജയിച്ചത് നമ്മുടെ അനിയൻ ബ്രോ ആണ്. കാരണം നമ്മളെ ടീറക്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനർത്ഥം നമ്മുടെ ടീറക്സ് ഒറ്റയ്ക്കാണ് പോയതെന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ അനിയൻ ബ്രോ ജയിച്ചത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.